ജിതിന് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മളോട് കൃത്യമായി പറഞ്ഞു തരാൻ കഴിയും. ജിതിൻ, ഞാൻ പറയുന്നത് കേൾക്കാം എന്ന് വിശ്വസിക്കുന്നു. എന്താണ് അവിടെ ശരിക്കും നടക്കുന്നത് ജിതിൻ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം, കേൾക്കുകയും ചെയ്യാം. ജിതിനെ കാണാനും കഴിയുന്നുണ്ട്. ഇപ്പോ ഇവിടെ നടക്കുന്നത് ഈ കാണുന്ന ആൾക്കാർ ഇവിടെ ഉള്ളൂ രക്ഷാപ്രവർത്തനത്തിന്. അവിടെ കാണുന്ന മൂന്നും അവർ പറയുന്ന അപ്പുറം 3 വണ്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെ അപ്പുറം ഒരു വണ്ടിയാണ് ഞങ്ങൾ കാണാൻ പറ്റുന്നത്, മണ്ണ് മാന്തുന്നത്. ഇവിടെ 3 വണ്ടി ഇത് സ്റ്റില്ല് അവർ മാന്തുന്നത് ഞാൻ പറഞ്ഞില്ല. ഇപ്പുറം റോഡ് ക്ലിയർ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം മാന്തുന്നതാണ് അവര്. നമ്മുടെ അർജുനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഈ റോഡിൽ നിന്നുള്ളത് ആക്സസ് ചെയ്തിട്ട് മാന്തണം, മണ്ണെടുക്കണം. ഇപ്പൊ ഈ ആൾക്കാർ നിൽക്കുന്ന സൈഡല്ല, മറ്റേ സൈഡിലാണ് മണ്ണ് മാന്തേണ്ടത് അല്ലേ? അതെ, അവിടെയാണ് ഏറ്റവും കൂടുതൽ മണ്ണ് അടിഞ്ഞിരിക്കുന്നത്. അവിടെയാണോ ഈ ലാസ്റ്റ് GPS ലൊക്കേഷൻ കാണിക്കുന്നത് ജിതിൻ? അതെ, എക്സാക്ട് അവിടെ തന്നെ. അപ്പൊ അവിടെ ഒരു തരത്തിലും മണ്ണ് മാറ്റാനുള്ള ശ്രമം ഇല്ല അല്ലേ? ഇല്ല, ഇതുവരെ ഇല്ല. കണ്ടോ JCB കണ്ടോ? മനസ്സിലായി. അതായത് അവരിപ്പം ഈ റൂട്ടിലെ മണ്ണ് ക്ലിയർ ചെയ്യാണ്, ആ റോഡിലെ മണ്ണ്, അങ്ങനെയാണല്ലേ? അതെ, റൂട്ടിലെ മണ്ണാണ് ക്ലിയർ. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഫയർഫോഴ്സിലെ മറ്റു ആൾക്കാരാണോ? ഇതിൽ നിൽക്കുന്നത് ഒരു പോലീസുകാരാണ് നമ്മളെ വടിയെടുത്ത് ഓടിക്കാൻ നിന്നത്. അപ്പൊ അവരുടെ അവസ്ഥ അങ്ങനെയാണ്. അവർക്ക് കിട്ടുന്ന റിപ്പോർട്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം നമ്മൾ അങ്ങോട്ട് കടത്തിവിടാനോ പറ്റുന്നില്ല. അത് ചിലപ്പോ ഒരു പക്ഷേ വീണ്ടും ഈ മണ്ണിടിയാനുള്ള ചാൻസ് ഉള്ളതിനെ കൊണ്ടാവും ജിതിൻ. ആവും, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ മാഡം മനസ്സിലായി. ഞങ്ങളുടെ സഹോദരന്റെ ജീവൻ ഓരോ നിമിഷം കഴിയുന്നതോറും അപകടത്തിലാവാൻ ചാൻസ് കൂടുകയാണ്. ഇപ്പൊ ഒരു കാര്യം കൂടി നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ ഇവിടുന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ കർണാടക മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കർണാടക മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതായത് ലാസ്റ്റ് അർജുന്റെ ഈ സെൽഫോൺ നമ്പർ കൈമാറിയിട്ട് ലാസ്റ്റ് റിങ് ചെയ്തത് വെച്ചിട്ട് ആ ലൊക്കേഷൻ സെർച്ച് ചെയ്യാൻ നിർദ്ദേശം നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കണത് ജിതിൻ. ശരി. അല്ല, ഇന്നലെയും ഈ സ്പോട്ടിലേക്ക് ജിതിൻ വന്നിരുന്നോ? ഞാൻ മിനിഞ്ഞാന്ന് രാവിലെ ഇവിടെ കുന്തലെത്തിയതാണ്. മിനിഞ്ഞാന്ന് ഉച്ച മുതൽ ഒരു 11:30-12 മണി മുതൽ ഇവിടെ ഞങ്ങൾ നിന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നേരത്തെ 17-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ പോയപ്പം അവരെന്തുകൊണ്ടാണ് ഈ FIR രജിസ്റ്റർ, അതെന്താ അവര് പറഞ്ഞത്? എന്താണ് അവര് പറഞ്ഞത്? ടോട്ടൽ മിസ്സിംഗ് ആയ എല്ലാരും കൂടി ചേർത്തിട്ട് FIR ഇടുള്ളൂ. അങ്ങനത്തെ മുടന്ത ന്യായങ്ങളാണ് മൊത്തം പറയുന്നത്. എല്ലാവരും അതായത് സിംഗിൾ ഇത് കേസ് എടുക്കില്ല, അങ്ങനെയാണോ? ഞങ്ങള് മിനിഞ്ഞാന്ന് 2 തവണ പോയി. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്കും പോയി, മിനിഞ്ഞാന്ന് രാത്രിയും പോയി. രണ്ട് സമയത്ത് അവർ FIR ഇടാൻ തയ്യാറായിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ അവിടെ നേവി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ജിതിന്? ഇല്ല, ഇവിടെ ഒരു നേവിയും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇവിടുത്തെ ഫയർഫോഴ്സ്. ആ റെഡ് വണ്ടി കാണുന്നില്ലേ? അതാണ് ഇവിടെ ഫയർഫോഴ്സ്. എല്ലാരും രക്ഷാപ്രവർത്തനം നടത്തുന്ന പറഞ്ഞ ഫയർഫോഴ്സ് ആണ്. ഇതാണ് പോലീസ് വണ്ടി. ഇനി ഇത് ഈ വശമാണ്. ഇനി അപ്പുറ വശം ഇതേമാതിരി കുറച്ച് 2 പോലീസ് വണ്ടി ഉണ്ടാവും. അതായത് ഈ 2 സൈഡിൽ, ഒരു സൈഡിൽ മാത്രമാണ് ഈ റോഡില് മണ്ണുള്ളത്. അപ്പൊ ആ മണ്ണ് മാറ്റാണ്. മറ്റേ സൈഡിൽ എനിക്ക് കാണുന്ന വെച്ചിട്ടോ ഞാൻ പറയണത്, മറ്റേ സൈഡിൽ മണ്ണില്ല റോഡില്. അപ്പൊ അതുകൊണ്ട് അവിടെ ഈ സൈഡിൽ നോക്കുന്നില്ല, അങ്ങനെയല്ലേ? അല്ല, എല്ലാ റോഡ് ഫുള്ള് മണ്ണായിരുന്നു നല്ല ഹൈറ്റില്. 2 സൈഡിലും ഒരേ ഭാഗത്തിൽ തന്നെ മണ്ണാണ്. പക്ഷെ ഈ വശം മാത്രമേ അവര് ക്ലിയർ ചെയ്യുന്നുള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് കാണാം, കുഴപ്പമില്ല. അത്രയധികം അങ്ങോട്ട് പോണമെന്നില്ല ജിതിൻ, കാരണം അവിടെ മണ്ണ് കൂടുതൽ നിൽക്കുന്നതാണ്. ഇനിയിപ്പോ മഴ ഉണ്ടല്ലോ, വെറുതെ റിസ്ക് എടുക്കണ്ട. ജിതിൻ ഒറ്റയ്ക്കാണ്, വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ? അർജുന്റെ അനിയനുണ്ട്, അർജുന്റെ കസിൻ ഉണ്ട്, പിന്നെ വണ്ടിയുടെ ഓണർ ഉണ്ട്, പിന്നെ അർജുന്റെ വേറെ ഒരു ഫ്രണ്ട് ഡ്രൈവർ ഉണ്ട്. ഞങ്ങൾ 5 പേരുണ്ട്. 5 പേരുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഈ എന്താ പറയാ, എഞ്ചിൻ എപ്പോഴാ ഓഫ് ആയത്? അത് നേരത്തെ പറയുന്നുണ്ടായി ഒരു. അതെ, എഞ്ചിൻ ഇന്നലെ രാത്രി വരെ ഭാരത് ബെൻസിന്റെ റെപ്രസെന്റേറ്റീവ് വിളിച്ച ഇന്നലെ രാത്രി വരെ എഞ്ചിൻ ഓൺ ആണ്. എഞ്ചിൻ ഓൺ ആണ് അല്ലേ? അപ്പൊ ശരിക്കും ഇപ്പൊ ഒരു തെരച്ചിൽ നടത്തിയാൽ നമുക്ക് ശരിക്കും വേഗം അർജുനെ കണ്ടെത്താൻ പറ്റും. തീർച്ചയായിട്ടും 100% കണ്ടെത്താൻ പറ്റും. പക്ഷെ ഇവിടെ നിരുത്തരവാദിയായിട്ടുള്ള പെരുമാറ്റാണ് ഇവിടെ അതിനുള്ള റെസ്പോൺസിബിലിറ്റി ആള് ഇവിടെ ഇല്ല. ഇനി അപ്പുറ വശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
ഈ വശത്ത് കുംത സൈഡിൽ, ഞങ്ങളിപ്പോ കുംത സൈഡിലുള്ളത്, അപ്പുറത്താണ് അങ്കോള സൈഡ്. ആ ഈ കുംത സൈഡിൽ ഇതിന് ആൾക്കാരില്ല. കാരണം അപ്പുറവശം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലും കാണാൻ പറ്റില്ലായിരുന്നു. അപ്പുറവശത്ത് നിന്ന് തീരെ പോലീസ് ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പുറവശം വന്നത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് അറ്റ്ലീസ്റ്റ് കാണാൻ പറ്റും. ഞങ്ങൾ ഇന്നലെയൊക്കെ ആ സ്പോട്ട്, ആ മണ്ണ് മാന്നില്ല അവിടെ വരെ ഞങ്ങൾ നിന്നതാണ്. പക്ഷെ ഇപ്പൊ ഇവര് അങ്ങോട്ട് കടത്തി വിടുന്നില്ല. കാരണം നമ്മൾ ഈ വീഡിയോ റൈറ്റിലേക്ക് തിരിച്ചപ്പോ അവിടെ ഈ വെള്ളമൊക്കെ ഒലിച്ചു വരുന്നുണ്ട്. അപ്പൊ അത് സൂക്ഷിച്ചു വേണം അവിടെ നിൽക്കാൻ. അതെ അതെ, ഇത് ഇന്നലെ ഇടിഞ്ഞതാണ്. ഇത് ഇന്നലെ ഇടിഞ്ഞതാ പുതിയതായിട്ടല്ലേ നിങ്ങൾ വന്നതിന് ശേഷം? അതെ അതെ. അപ്പൊ ഇപ്പൊ ഈ ഇടിഞ്ഞിരിക്കുന്ന ആ സൈഡിലാണ് ലൊക്കേഷൻ കാണിക്കുന്നത് അല്ലേ? ആ സൈഡിൽ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട്. അതെ 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 അതെ. അപ്പൊ ആരോടെങ്കിലും ചോദിച്ചു ആ സൈഡിൽ എന്തുകൊണ്ടാണ് ഈ മണ്ണ് മാറ്റാത്തതെന്ന് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ അവിടെ ആരോടെങ്കിലും? അവരോട് അങ്ങനെ ഞങ്ങൾ ഒരുപാട് ചോദിച്ചു. അവർ പറയും ഞങ്ങൾ അവിടെ എത്തും, അവിടേക്ക് പോകും, അങ്ങനെയൊക്കെ പറയുന്നത്. അവര് മിനിഞ്ഞാന്ന് മുതൽ ഇത് തന്നെയാ പറയുന്നത്. അല്ല അവര് ഒരു ലൈഫ് അവിടെ നിൽക്കുമ്പോ അവിടെയല്ലേ ഫസ്റ്റ് പോവേണ്ടത്? ഇല്ല മാഡം, അതാണ് ഇവരെ കാര്യം അങ്ങനെ. ഇവർ മനുഷ്യജീവനല്ല വില കൽപ്പിക്കുന്നത്. ഈ റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ കണ്ട വണ്ടികളെല്ലാം ഇതിൽ കൂടെ പോവുകയും ചെയ്യുക, ഇവർക്ക് ടോൾ കിട്ടുകയും ഈ വരുമാനം പുനഃസ്ഥാപിക്കേണ്ട ആവശ്യം, ആ ആവശ്യമാണ് അവര് ഇപ്പൊ ഇവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ സൈഡിൽ ഒരു തരത്തിൽ ഒരു മെഷീനും ഇല്ല, ഒരു ഇതുപോലും ഇല്ല അല്ലെ? ഒരു JCB പോലും ഇല്ല അല്ലെ മറ്റേ സൈഡില്? ഒന്നുമില്ല. ഇവിടെ ആകെപ്പാടെ ഒരു കാർ നിർത്തിയിട്ടുണ്ടോ, അത് മാത്രമേ ഉള്ളൂ. ഈ സൈഡിൽ ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ മാത്രമേ ഇങ്ങനെ ഒരു കംപ്ലൈന്റ്, വേറെ ആരും ഇല്ല? ആൾക്കാരുണ്ടോ? ഇപ്പൊ നേരത്തെ ഈ പോലീസ് സ്റ്റേഷൻ പറഞ്ഞല്ലോ കുറെ ഒരു ടാങ്കർ ലോറി മിസ്സാണെന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ഒരു ടാങ്കർ ലോറി കൂടി ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മിക്കവാറും. അവരിന്നുണ്ടോ അവിടെ? അവരില്ല. അവർ ഇന്നലെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൾക്കാർ ഞങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് കണ്ടിട്ടില്ല. അപ്പൊ ജിതിൻ വീണ്ടും ഫ്രണ്ടിലേക്ക് പോകണ്ട. അത്ര അധികം ഞാനേ അവിടെ വീണ്ടും മണ്ണിടിയാൻ സാധ്യത, അത്രയധികം ഫ്രണ്ടിലോട്ട് പോകണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എനിക്കിപ്പം ഇവിടെ നിന്ന് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു കാര്യം ഇത് മാത്രമാണ്. അതായത് കർണാടക മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സ്പെഷ്യൽ ടീമിനോട് ഇത് പെട്ടെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അർജുന്റെ ഫോൺ നമ്പർ ലാസ്റ്റ് റിങ് ചെയ്ത് വെച്ചിട്ട് അർജുന്റെ ഫോൺ നമ്പർ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലാസ്റ്റ് എപ്പോഴാണ് അർജുനായിട്ട് സംസാരിച്ചത്? ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. വണ്ടി അവര് സാങ്കേതികത്വം നോക്കി ഇന്നലെ പറഞ്ഞു, മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞു ഡിറ്റക്ടർ വെച്ചിട്ട് താഴെയാണ് വണ്ടി ഉള്ളത്. താഴെയൊന്നും വണ്ടി ഇല്ല, ഒരു ചാൻസും ഇല്ല. കാരണം ഇതൊരു 43 ടൺ വെയിറ്റ് ഉള്ള മരടക്കം, 43 ടൺ വെയിറ്റ് ഉള്ളത് വണ്ടി കൂടി കൂട്ടിയിട്ട് ഈ ഒരു മണ്ണൊലിച്ചിലൊന്നും അത് നീങ്ങി പോകാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. ഓ, അപ്പുറത്തേക്ക് ഒരു പുഴയുണ്ട് അല്ലേ? അതില് അങ്ങനെയാണ് പറയണത്? ഇത് പുഴ, ഇതിന്റെ അപ്പുറം പുഴയാണ്. ഇതിനപ്പുറം അവിടേക്ക് കാണാത്തത്. മനസ്സിലായി. അങ്ങോട്ട് ഒളിച്ചു പോവാൻ സാധ്യതയുണ്ടെന്നാണ് അവര് പറയണത്. അതൊക്കെ പറഞ്ഞു. പക്ഷെ അതിലൊന്നും ഇല്ല. അങ്ങനെ വണ്ടി പുഴയിൽ പോയ എല്ലാരെയും അവര് റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിലും ലൊക്കേഷൻ ഒരു ഇതല്ലേ? ലൊക്കേഷൻ കാണിക്കുന്നത് അവിടെ അല്ലല്ലോ. എക്സാക്ട് സ്പോട്ട് ആയിരിക്കില്ലേ GPS കാണിക്കുക? അതെ അതെ അതെ. എന്തായാലും ഇപ്പൊ അർജുന്റെ നമ്പർ, ഇപ്പൊ അർജുനായിട്ട് എന്നാ ലാസ്റ്റ് സംസാരിച്ചത് ജിതിൻ? പറയണ കൃത്യമായിട്ട് കേൾക്കുന്നില്ല. അവിടെ റേഞ്ചിന്റെ ശരി. അതെ, പെട്ടെന്ന് ആ കാറിനുള്ളിലേക്ക് പോയിക്കോളൂ. അവിടെ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്.